ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ബ്ലെസ്സി ലാൽസൺ. ക്രിസ്മസ് ഒക്കെ ഇവിടം വരെയായി. ചങ്ങനാശ്ശേരിയിലെ ചിത്തുപ്പുഴയിലെ എൻ്റെ വീട്ടിൽ ഒരു അത്ഭുതമുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഇതുപോലത്തെ ഒരു അത്ഭുതം കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ കാണിക്കാമേ. അതിനു മുമ്പ് ഈ അത്ഭുതത്തിന് കാരണക്കാരനായ ഒരാളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. മരിച്ചുപറമ്പിൽ മത്തായിച്ചൻ അല്ലെങ്കിൽ മാത്യു ആന്റണി എന്ന് വിളിക്കുന്ന എൻ്റെ അനിയത്തിമാരുടെ ഞങ്ങളുടെ സ്വന്തം പപ്പ. പപ്പായ്ക്ക് എല്ലാ വർഷവും പുൽക്കൂട് ക്രിസ്മസ് ടൈമിൽ ഉണ്ടാക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. പുൽക്കൂട് ഉണ്ടാക്കുക എന്നുള്ളത് പപ്പായ്ക്കൊരു നേരം പോക്കോ അങ്ങനെയൊന്നുമല്ല. പപ്പായ്ക്കൊരു സമർപ്പണമായിരുന്നത്. മിനിമം ഒരു പുൽക്കൂടെങ്കിലും പപ്പ വർഷത്തിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താ മിനിമം ഒരു പുൽക്കൂടെന്ന്. വീട്ടിലൊരു പുൽക്കൂടുണ്ടാക്കും. പിന്നെ വീടിൻ്റെ അടുത്ത് ഒരു വൃദ്ധമന്ദിരമുണ്ട്. അവിടെ പപ്പ ചില വർഷങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ പള്ളിയിലെ പുൽക്കൂട് പപ്പ ആയിരിക്കും മേൽനോട്ടം വഹിക്കുന്നത്. അതായത് ലോകത്തിൻ്റെ എവിടെയാണേലും പപ്പ ഒരു പുൽക്കൂടെങ്കിലും ഉണ്ടാക്കിയിരിക്കും. ചില വർഷം 3 പുൽക്കൂട് വരെ കാണും. പപ്പ സൗദി അറേബ്യയിൽ 8 വർഷം ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഓർക്കും സൗദി അറേബ്യയിൽ എങ്ങനെയാണ് അവിടെ പുൽക്കൂട് ഉണ്ടാക്കുന്നത് അല്ലേ? അതൊരു അത്ഭുതം തന്നെയല്ലേ. പപ്പ അവിടെ ഉണ്ടാക്കിയത് പപ്പയുടെ മുറിക്കുള്ളിൽ പപ്പയുടെ കയ്യിലുള്ള വസ്തുക്കൾ വെച്ചൊരു ക്രിസ്മസ് കാർഡിലെ പുൽക്കൂടിൻ്റെ ഒക്കെ പിക്ചർ വെച്ച് പപ്പ അവിടെയും പപ്പയുടെ മുറിക്കുള്ളിൽ പപ്പ പുൽക്കൂട് ഉണ്ടാക്കിയിരുന്നു. ഞാൻ ഇതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ടെക്സാസിലെ പപ്പ ഒരു ക്രിസ്മസ് സമയത്ത് വന്നിരുന്നു. പപ്പായ്ക്ക് പുൽക്കൂട് ഉണ്ടാക്കാൻ അറക്കപ്പൊടി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പപ്പ ഇവിടെ അറക്കപ്പൊടിയൊന്നും കിട്ടത്തുമില്ല, അത് എന്താണെന്നോലും ആർക്കും അറിയില്ലായിരിക്കും. പപ്പ അന്ന് പുറത്ത് നടക്കാൻ ഇറങ്ങി. കുറച്ച് കഴിഞ്ഞും പപ്പ എന്നെ ഫോൺ വിളിച്ചു ഹോം ഡിപ്പോ എന്ന കടയുടെ അവിടോട്ട് വരാൻ പറഞ്ഞു കാറുകൊണ്ട്. ഞാൻ അവിടെ ചെന്നപ്പം പപ്പ കടയുടെ വാതിക്കെ ഒരു ചാക്ക് അറക്കപ്പൊടിയായിട്ട് നിൽക്കുന്നു. ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവൻ്റ് അല്ലാത്ത പപ്പ എങ്ങനെ അത് പറഞ്ഞൊപ്പിച്ചെന്നോ എന്ത് പറഞ്ഞെന്നൊന്നും എനിക്കറിയില്ല. പപ്പായ്ക്ക് പക്ഷെ അറക്കപ്പൊടി കിട്ടി. ആ വർഷം പപ്പ ഇവിടെ ചെറുത് വലുതുമായ 3 പുൽക്കൂടാണ് പപ്പ ഇവിടെ ഉണ്ടാക്കിയത്. പപ്പായുടെ പുൽക്കൂടിന്റെ വലുപ്പം ഓരോ വർഷവും കഴിയും തോറും കൂടിക്കൂടി വന്നു. ധാരാളം സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് പപ്പായ്ക്ക്. പള്ളികളിൽ നിന്നും ക്ലബ്ബുകളിൽ നിന്നും ഒക്കെ. പപ്പായുടെ പുൽക്കൂട് പലർക്കും ഒരു പ്രചോദനമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പപ്പ ഞങ്ങളോട് പറഞ്ഞു, പപ്പായ്ക്ക് വീടിനകത്ത് പപ്പയുടെ ലിവിങ് റൂമിൽ, അത് ഞങ്ങളുടെ വീടിൻ്റെ ലിവിങ് റൂമിൽ പപ്പായ്ക്കൊരു പുൽക്കൂട് സ്ഥിരമായിട്ടുണ്ടാക്കണമെന്ന്. മരണം മുമ്പിൽ കണ്ടെന്ന പോലെയോ അല്ലെങ്കിൽ പപ്പായ്ക്കൊരു തോന്നലുണ്ടായി കാണും, പപ്പായ്ക്ക് ഇങ്ങനെ എത്ര നാളും ഉണ്ടാക്കാൻ പറ്റുമെന്ന്. എന്നിട്ട് പപ്പ പറഞ്ഞു, ഞാനില്ലെങ്കിലും ഈ വീട്ടിലൊരു പുൽക്കൂട് കാണണം എന്ന് പറഞ്ഞ് പപ്പ വീടിനകത്ത് ലിവിങ് റൂമിൽ പപ്പ ഒരു പുൽക്കൂട് സെറ്റപ്പ് ചെയ്തു. ആ വീട് എത്ര നാൾ അവിടെ ഉണ്ടായിരിക്കുമോ അത്രയും നാൾ ആ പുൽക്കൂടും അവിടെ ഉണ്ടായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ആ അത്ഭുതം. ഞങ്ങളുടെ വീട്ടിലെ ലിവിങ് റൂമിനുള്ളിലുള്ള ആ പുൽക്കൂട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തെ ആസ്പദമാക്കിയാണ് പപ്പ പുൽക്കൂട് ഉണ്ടാക്കാറുള്ളത്. തീ കായുന്ന ആട്ടിടയന്മാരും വേലിക്കരികിൽ നിന്ന് കാലിത്തൊഴുത്തിൽ ഉണ്ണീശോയെ ഉറ്റുനോക്കുന്ന ആട്ടിൻകുട്ടികളുമൊക്കെ പപ്പയുടെ ഈ പുൽക്കൂട്ടിലെ അത്ഭുതങ്ങളാണ്. കൂടാതെ ഗർഭിണിയായ പരിശുദ്ധ മറിയത്തെ കൊണ്ട് കഴുതപ്പുറത്ത് പോകുന്ന സഞ്ചരിക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവും മലഞ്ചെരുവിലുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളും, മറിയത്തിൻ്റെ വീടും കാണാം കേട്ടോ. പിന്നെ ഹെറോദോസിൻ്റെ കൊട്ടാരവും ഒക്കെ പപ്പയുടെ പുൽക്കൂട്ടിലുണ്ട്. ഈ പുൽക്കൂട് ഉണ്ടാക്കിയതിന് ശേഷവും അടുത്ത ക്രിസ്മസിന് പപ്പായുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പുൽക്കൂട് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുണ്ടാക്കി. ആ പുൽക്കൂടിനും പപ്പായ്ക്ക് തന്നെയായിരുന്നു 1ാം സമ്മാനം കേട്ടോ. പപ്പായ്ക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്നും ഇനി 6 മാസമേ ജീവിച്ചിരിക്കുള്ളൂ ഡോക്ടർ പറഞ്ഞപ്പോൾ പപ്പായുടെ ലാസ്റ്റിലത്തെ ഈ ലോകത്തുള്ള അവസാനത്തെ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടും അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയിട്ടും ദിവസങ്ങളെ ആയുള്ളായിരുന്നു. പപ്പായുടെ ലൈഫ് എനിക്കും എൻ്റെ അനിയത്തിമാർക്ക് എന്നും ഒരു മോട്ടിവേഷനായിരുന്നു. നിങ്ങൾക്കും എൻ്റെ പപ്പായുടെ ജീവിതം, ഞങ്ങളുടെ പപ്പായുടെ ജീവിതം ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും മെറി ക്രിസ്മസ്.